under 50K റേഞ്ചിൽ ഏത് ഫോൺ എടുക്കണമെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എക്സാക്ട്ലി നിങ്ങൾക്കുള്ളത്. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, under 50K ഏറ്റവും ബെസ്റ്റ് വൺ പ്ലസിൻ്റെ ഫോൺസ് ഏതാണെന്നും ഏറ്റവും ബെസ്റ്റ് സാംസങ്ങിൻ്റെ ഫോൺസ് ഏതാണെന്നതും നത്തിങ്, ആപ്പിൾ, ഗൂഗിൾ പിക്സൽ, ഐക്യു, ഇങ്ങനെ എല്ലാ ഫോൺസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഫോൺസിനെല്ലാം ബോത്ത് നെഗറ്റീവ്സ് ആവട്ടെ പോസിറ്റീവ്സ് ആവട്ടെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് ഈ വീഡിയോ കണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഏതിനാണ് ഏറ്റവും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ളത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ളത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ബാറ്ററി ഹെൽത്ത് ഉള്ളത്, ഏതിനാണ് ഏറ്റവും ബെറ്റർ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഉള്ളത്. ആൻഡ് ഈ വീഡിയോ കണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ യൂസ് കേസിനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ട് 1 ആണ്. ഇതിൻ്റെ പാർട്ട് 2ഉം 3 ഒക്കെ വേണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ബ്രാൻഡ് സാംസങ് ആണ്. ആൻഡ് സാംസങ്ങിൽ ഈ ഒരു 50K റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 2 ഫോൺസാണുള്ളത്. അതിൽ ഒന്നാമത്തെ സാംസങ് ഗാലക്സി S24. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു കാര്യം പറയാം, ഈ ഫോണിൻ്റെ പ്രൈസ് 55K ആണ്. എന്നാലും ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ഇതിന് ഉൾപ്പെടുത്തി. കാരണം ഒരു ഇതുണ്ട്, ഇതിപ്പോൾ ഓരോരുത്തർ പറയും ഇത് 48K ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടല്ലോ, ആമസോണിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞ ഓരോരുത്തന്മാർ വരും. പക്ഷേ അത് 128GB വേരിയൻ്റ് ആണ് 48K കൊടുക്കണത്. ഈ 128GB വേരിയൻറ്റ് ഈ 2026 നിങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. ഞാൻ അത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ചെയ്യാൻ പോണ പൊട്ടത്തരാണ്. 48K കൊടുത്താണ് ആ 128GB വേരിയൻറ്റ് നിങ്ങൾ എടുക്കരുത്. കാരണം സ്റ്റോറേജ് തേക്കാത്ത പിന്നെ നിങ്ങൾ ആ കടന്ന സ്ട്രഗിളി. ഓക്കെ, അതുകൊണ്ട് 256GB വേരിയൻ്റെ കാര്യം ഞാൻ അവിടെ സംസാരിക്കും. ഓക്കെ, 256GB വേരിയൻ്റെ വില ഇപ്പോൾ ഏകദേശം 55K. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിൽ എന്തൊക്കെ കിട്ടും, ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞാൽ. ഒന്ന്, ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ആർമർ സൈഡിലൊക്കെ ആർമറാണ് വരുന്നത്, ബാക്കിലൊക്കെ ഗ്ലാസ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് ഇൻഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്. പേഴ്സണലി S24 ഒക്കെ കയ്യിൽ ഇൻഹാൻഡ് എടുത്തിട്ടുള്ള ആൾ നിലനിൽക്കാൻ പറയുന്നത്. ഇതിൻ്റെ ഇൻഹാൻഡ് ഫീല് ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ടോപ്പ് നോച്ചാണ്. ആ പ്രീമിയം ഫീല്, ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ പിടിക്കുന്ന ഫീൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫോൺ പിടിക്കുമ്പോൾ കിട്ടും. നല്ല കോമ്പാക്ട് സൈസ് വരുന്ന ഫോണാണ്. 6.2 ഇഞ്ചിൻ്റെ 120Hz വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. ആൻഡ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ്. സത്യം പറയാമല്ലോ, സാംസങ്ങിൻ്റെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിലെ കളേഴ്സൊക്കെ ഭയങ്കര ആക്യുറേറ്റാണ്. അത് 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 6.2 ഇഞ്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, വൺ ഹാൻഡിൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിലൊക്കെ ഓക്കെ. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിലും ഇത് മോശമല്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 3 അല്ലേ, സ്നാപ്ഡ്രാഗൺ 8 Gen 3 സ്റ്റിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്, ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് തന്നെ. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഈ ഫോണിന് യാതൊരു പ്രശ്നമല്ല. പക്ഷേ അതായത് പെർഫോമൻസ് വെച്ചാൽ ഇതിൽ 8 Gen 3 ആണ് നമ്മൾ ഇത്രയും നാളെ പറഞ്ഞ വൺ പ്ലസിൻ്റെ ഫോൺസിലും ഇതിലൊക്കെ ഉള്ളത് നല്ല പെർഫോമൻസ് വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കമല്ല. പക്ഷേ ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ക്യാമറ അടിപൊളിയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ ഒരു മെയിൻ ലെൻസും 12 മെഗാ അൾട്രാ വൈഡും പിന്നെ 10 മെഗാ ഒരു ടെലഫോട്ടോ ലെൻസ് ഉള്ളത്. അതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഉണ്ട്. ക്യാമറ ക്വാളിറ്റി സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഈവൻ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ S24 എടുക്കുന്ന ഫോട്ടോസ് എനിക്ക് സംടൈംസ് തോന്നും iPhone 14 ഒക്കെ iPhone 13 എടുക്കുന്ന ഫോട്ടോസിനെക്കാളും ഫാർ ബെറ്റർ ആയിട്ട് S24 എടുക്കുന്ന ഫോട്ടോസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. iPhone 15 കാര്യമല്ല ഇവിടെ പറഞ്ഞാൽ 14 കാര്യം. ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് വീഡിയോ ക്വാളിറ്റി. കാരണം 8K 30fps വരെ സപ്പോർട്ട് ഈ ഫോണിൽ വീഡിയോ ക്വാളിറ്റി. ആ കാര്യം അടിപൊളിയാണ്. ഓക്കെ, ഈ 55K റേഞ്ച് നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, നല്ല ഡിസ്പ്ലേ, നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല ഡിസൈനൊക്കെ തരുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എവിടെയാണ് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയിലാണ്. ഇതിൻ്റെ ബാറ്ററി ഹെൽത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരിക്കലും മോശമാണെന്ന് പറയില്ല ഞാൻ, അതായത് ഭയങ്കര മോശമാണെന്നുള്ള രൂപത്തിൽ ഞാൻ പറയില്ല. ഇതിൽ വരുന്നത് 4000 mAh ബാറ്ററിയാണ്. അതായത് നിങ്ങളൊരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം ആണ് ഒരു 6 to 7 hours അല്ലെങ്കിൽ 7 to 8 hours ആണ് മെയിനായിട്ട് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ടൈം വരിക S24. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 day കിട്ടുമായിരിക്കും. നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് 2 വട്ടം കുത്തിക്കേണ്ടി വരും. ആൻഡ് ഈവൻ ദോ ഇത്രയും കാര്യങ്ങൾ ഇതിന് നല്ലതുണ്ടാകണേ അത് നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ വരുന്ന ഈ 55K കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് സ്പീഡാണ്. 25 watt ചാർജിങ് സ്പീഡാണ് ഇതിലുള്ളത്. ഞാൻ പറയുമ്പോൾ സാംസങ്ങിന് അതൊരു 45 watt ചാർജിങ് സ്പീഡ് കൊടുക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നത് ബാറ്ററി ഹെൽത്ത് വളരെ ഷോക്കാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇനി പറയാൻ പോണ ഫോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇത്തിരി കുറയണം. 4000 mAh ശരിയാണ്. ഇതിന് 6.2 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ കുറച്ച് ബാറ്ററി ഹെൽത്ത് മതി. പക്ഷെ എന്നാലും ഒരു 4500 അല്ലെങ്കിൽ 5000 mAh ബാറ്ററി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസാണ്. ആൻഡ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കിടിലം. 7 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് S24 ഉണ്ട്. അതായത് അണ്ടിൽ 2031 or 2032 അത്രയും കാലം S24 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ആൻഡ് ഗ്രീൻ ലൈൻ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇപ്പോൾ കറൻറ്റ്ലി S24 കേൾക്കാനില്ല.
ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ ഒരു വെച്ചാൽ ഐ ഡോണ്ട് നോ, യു ഡോണ്ട് നോ, ഈവൻ സാംസങ് ഡസ് ഉണ്ടോ അതെനിക്ക് പറയാൻ പറ്റില്ല. എനിവേ ആ കാര്യത്തിൽ അടിപൊളിയാണ് ഈ ഫോൺ. ആർക്ക് വെച്ചാൽ നിങ്ങൾക്കൊരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതും കോമ്പാക്ട് സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. കിടിലം പ്രോസസ്സർ, കിടിലം ക്യാമറ, ഇൻഹാൻഡ് ഫീലും പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ബാറ്ററിൻ്റെ കാര്യത്തിൽ ഇത്തിരി ആവറേജാണ്. അതാണ് ഈ ഫോണിനെ പറ്റി എനിക്ക് ഓവർ പറയാനുള്ളത്. ആൻഡ് ഈ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ ഇപ്പോൾ 55K ആണ് ഇതിൻ്റെ പ്രൈസ്. ശരിക്കും ശ്രദ്ധിച്ചോ, ഇനി വരാൻ പോണ സെയിലുകളിൽ ഈ പറഞ്ഞ എക്സാക്ട് സെയിം 256GB വേരിയൻറ്റ് 55K എന്നൊക്കെ താഴെ ഒന്നൊരു അണ്ടർ 50K റേഞ്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്താൽ ഇപ്പോഴും വെറുത്താണ്. ഓക്കെ, ആ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ട് ഇതിൽ. നല്ല ഫോണാണ് ഓവർ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫോണാണ് സാംസങ് ഗാലക്സി S25 FE. ഈ ഫോണിൽ ആദ്യം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 256GB വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ S24 പ്രൈസ് കുറവാണ്. 53K ആണ് ഇപ്പോൾ ഇതിൻ്റെ 256GB വേരിയൻറ്റിൽ. ആൻഡ് ആദ്യം പറയുമ്പോൾ ചില ആൾക്കാരായിരിക്കും ഈ S25 FE ഈ S24 കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഫോണാണല്ലോ, സ്റ്റിൽ എന്തിനു ഉണ്ട് ഇതിന് പ്രൈസ് കൂടുതൽ. അത് വെച്ചാൽ ഈ S24 S25 ഈ ഒരു സീരീസ് വരുന്നത് അതുപോലെ പ്രീമിയം സെഗ്മെൻറ്റാണ്. ഈ FE എന്ന് പറയുമ്പോൾ വെച്ചാൽ കുറച്ചും കൂടെ ചീപ്പറാണ്, അപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് പറയും, പക്ഷേ അതുപോലെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ആൻഡ് ഇതിൻ്റെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ആയതിനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ഉള്ളത്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒക്കെ അല്ലേ, നല്ല ഡിസ്പ്ലേ ആണ്. സെയിം ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ 120 ഹെർട്സ് ഡിസ്പ്ലേ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അലൂമിനിയം ഫ്രെയിമും ഗ്ലാസ് ബാക്കൊക്കെയാണ് ഉള്ളത്. അത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണുള്ളത്. ഇവിടെ S24 ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2, ഇനി ഇവിടെ വിക്ടസ് പ്ലസ്. വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ളത് S24 ആണ്. പക്ഷേ ഇതിൽ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്, അതിനുണ്ടായിരുന്നു IP68 വാട്ടർ റെസിസ്റ്റൻ്റ്. അതായത് അത്യാവശ്യം വെള്ളം നനഞ്ഞാലൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ ഇതിന് കോസ്റ്റ് കട്ടിങ് വരുന്ന ഭാഗങ്ങൾ അതും പാടെ പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മെയിൻ കാര്യം വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി 4900 mAh വരുന്നൊരു ബാറ്ററി ഇതിനുണ്ട്. അത് അത്യാവശ്യം നിൽക്കും. ആൻഡ് ഇതിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓൾറെഡി ഒരു നല്ല കാര്യം. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതൊരു പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെവലാണെന്ന് പറയാം. ആൻഡ് ഇതിൽ 4900 mAh ബാറ്ററി ആകുമ്പോൾ നിങ്ങളൊരു നോർമൽ യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ സുഖമായിട്ട് കിട്ടും. നിങ്ങൾക്ക് 1 ഡേ ഈ ഫോൺ കിട്ടും 4900 mAh ബാറ്ററി ഉണ്ട്. ആൻഡ് പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതിലുണ്ട് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അതായത് നിങ്ങൾ ഇപ്പോൾ എടുത്താലും ഈ ഫോൺ നിങ്ങൾക്ക് ലോങ് ടേമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിലിരിക്കുന്ന ചിപ്പ് സെറ്റ് അതാണ് ഇന്ന് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ. എവിടെയാണ് കോസ്റ്റ് കട്ടിങ് വന്നത്? ഈ S25 FEയിൽ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ഇല്ല. ഇതിലുള്ളത് Exynos 2400 ആണ്. ഈ Exynos 2400 സ്നാപ്ഡ്രാഗൺ 8 Gen 3 അത്ര ബെറ്റർ ആണോ വെച്ചാൽ അല്ല. പക്ഷേ ഈ Exynos 2400 ആണ് ചിപ്പ് സെറ്റ് അത്രക്കും മോശമൊന്നുമല്ല. അപ്പോൾ AnTuTu സ്കോർ നോക്കുമ്പോൾ അത്ര മോശമല്ല. പിന്നെ ത്രോട്ട്ലിംഗ് നോക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ റെഡായിട്ട് കാണുന്നൊക്കെ ഉണ്ടെങ്കിലും വലിയ ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളും പ്രശ്നമൊന്നുമില്ല. ഈ Exynos 2400E എന്ന് പറഞ്ഞിട്ടൊരു ചിപ്പ് സെറ്റ് ഉണ്ട്. ഇനി അത് S24 FE ഇല്ലേ, അതിന് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടി. പക്ഷേ ഇതിനതില്ല. ഈ Exynos 2400 വരുന്ന സെയിം വേരിൻ്റെ മറ്റേ S24 S25 ഉണ്ട്, സോറി S23 S24 ഉണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ Exynos 2400 അത്ര മോശമൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരും. പക്ഷേ സ്നാപ്ഡ്രാഗൺ അത്ര എനിക്ക് ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ അല്ല. അതാണ് ഇവിടെ പറയാമല്ലോ. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസും നല്ലതാണ്. 50 മെഗാ മെയിൻ ലെൻസ് ഉണ്ട്, 12 മെഗാ അൾട്രാ വൈഡ് ഉണ്ട്. ആൻഡ് അവിടെ അടുത്തൊരു കോസ്റ്റ് കട്ടിങ് വരികയാണ്. ഇതിൻ്റെ ടെലഫോട്ടോ ലെൻസ് 8 മെഗാ പിക്സലിലാണ് വരുന്നത്. അതിൽ 3x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്യാമറ ക്വാളിറ്റി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S24 ഈ ഇതിന് ടെലഫോട്ടോ ലെൻസിന് കുറച്ചും പാടെ ബെറ്റർ ആണ്. കാരണം വെച്ചാൽ അവിടെ 10 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോ ലെൻസാണ്, അവിടെ 8 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോ ലെൻസാണ്. ആൻഡ് ഇതിൻ്റെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻ്റർനെറ്റിലെ ഫോട്ടോസും ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. S24 S25 FEൻ്റെ ഒക്കെ ഫോട്ടോസ് ഏകദേശം സെയിം. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ ബിഗർ ഫോണാണ്, ഒരിക്കലും ഒരു കോമ്പാക്ട് സൈസ് അല്ല. 6.7 ഇഞ്ച് വരുമ്പോൾ ഒരു നോർമൽ സൈസ് വരുന്ന ഫോണാണ്. നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണം. അതിൽ Exynos 2400 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്പ് സെറ്റാണ്. ആൻഡ് നിങ്ങൾക്ക് നല്ല ബാറ്ററി ഹെൽത്തും ഒരു ബിഗർ ഡിസ്പ്ലേയും കിട്ടും. ആൻഡ് ഈ ഒരു 53K റേഞ്ചിലും കിട്ടും. ആൻഡ് 7 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഫോണും വളരെ ബെറ്ററാണ്. പക്ഷേ ഇനി ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം വെച്ച് പറയുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് 1900 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. അതിൻ്റെ അതർ ഹാൻഡിൽ S24 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടായപ്പോൾ ഇവിടെ 1900 നിറ്റ്സ്. ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്ഡോർസ്ക്ക് പോകുമ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി ചിലപ്പോൾ അത്ര നല്ലതാവില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അല്ലേ. സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഈ 2 ഫോൺസാണ് മെയിനായിട്ടുള്ളത്.
കാരണം വെച്ചാൽ ഇത് തന്നെ 50K മേലെയാണ്. ബട്ട് ഈ രണ്ട് ഫോൺസ് 50K മേലാണ് വരുന്നത് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഈ ഒരു സെയിൽ വരുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഇതിനും കുറഞ്ഞ പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതും പാടാൻ ഇതിൽ ഉൾപ്പെടുത്തി. ആൻഡ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ 53K എടുത്താലും വലിയ മോശമില്ല. കാരണം നല്ല ബാറ്ററി ഹെൽത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോൺ. ആൻഡ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോൺസ് ബാക്കിയുള്ളത് S25 ഇതൊക്കെ നല്ല ഫോൺസാണ്. S25 ഒക്കെ നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പക്ഷേ അതിനൊക്കെ 50K 60-70K ഒക്കെ വരും. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ അതിന് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വരുന്ന ബ്രാൻഡ് ആപ്പിളാണ്. വാട്ട് ദ ഫക്ക്, ഈ ഒരു ബ്രാൻഡിന് 50K റേഞ്ചിൽ ഒരു ഫോണും ഇല്ലടേ. ഇല്ലത് iPhone 15 അത് 60K ആണ് ഇപ്പോൾ പ്രൈസ് ഫസ്റ്റിന്. ഞാൻ പറയണ ഈ 60K 60,000 കൊടുത്ത് ഒരിക്കലും iPhone 15 ഒന്നും പർച്ചേസ് ചെയ്യരുത്. എനിക്ക് ഐഫോണിനെ പറ്റി പറയാനുള്ള വെച്ചാൽ ഇവർക്ക് ഈ 50K റേഞ്ചിൽ നല്ലൊരു ഒരു ഫോണും ഇല്ല. ഞാൻ നമ്മുടെ യൂസറിനെ പറ്റിയല്ല സംസാരിക്കണം, നമ്മുടെ ഫുൾ ഫ്രഷ് ഫോൺസിനെ പറ്റി സംസാരിക്കണം. ഇവർക്ക് 60K ഒരു ഫോൺ ഇപ്പം ഇല്ല. ഇതാണ് ഒരവസ്ഥ. ഈ iPhone 16e എന്നൊക്കെ പറഞ്ഞൊരു കൂറ ഫോൺ ഉണ്ട്, ഒരിക്കലും എടുക്കരുത്. സിംഗിൾ ക്യാമറയും വെച്ചാണ്ട് 60,000 കൊടുത്താണ്ട് ഒരിക്കലും അതൊന്നും എടുക്കരുത്. ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഡൈനാമിക് ടാലൻറ്റും ഇല്ലാത്ത എന്തോ ഒരു പൊട്ട സാധനം. അതിൻ്റെ ഡിസൈനറിനൊക്കെ കണ്ട ചവിട്ടി അടിക്കണം. എന്തിനാ ചെയ്തിട്ട് iPhone 16e 17e എന്നൊക്കെ പറഞ്ഞിട്ട് കോമാളി ഫോണുകളൊക്കെ ഉണ്ട്. അതൊന്നും പർച്ചേസ് ചെയ്ത് വെറുതെ പൈസ എടുക്കുക. അതോടെ നല്ല നല്ല ഫോൺസ് ഉണ്ട്. ഓക്കെ, അതാണ് എനിക്ക് കണ്ട് പറയല്ലേ. ഓക്കെ, iPhone 50K റേഞ്ചിൽ നല്ല ഫോൺസ് ഇപ്പോൾ കറൻ്റ് ഇല്ല മാർക്കറ്റിൽ. എല്ലാ ഫോൺസും 50K മേലെ. ഇതിപ്പോൾ ചിലപ്പോൾ പറയാം ഐഫോൺ ഇത്ര പ്രീമിയം ആയിട്ടുള്ളൂ തേങ്ങ. 50K എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റാണ്. ഈ റേഞ്ചിൽ ഒരു ഫോണൊക്കെ കൊടുന്നൂടെ. അതായത് ഈ SC എന്നൊക്കെ പറഞ്ഞിറക്കുന്ന ഫോൺ, അല്ലെങ്കിൽ ഈ 16e എന്നൊക്കെ പറഞ്ഞിറക്കുന്ന ഫോൺസ് കുറച്ച് അല്ലെങ്കിൽ ഈ പ്രൈസിലെങ്കിലും കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 50K അതിനൊക്കെ എല്ലാം ഉള്ളൂ. ഈ 16e 60K എന്തുണ്ടായില്ല, 50K പോലും അതൊന്നുമില്ല. എനിവേ, ആപ്പിളിനെ സംബന്ധിച്ച് ഞാനിവിടെ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ആപ്പിളിന് ഈ ബഡ്ജറ്റിൽ പ്രൈസ് റേഞ്ചിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇതിന് വേണ്ടി ആപ്പിളിൻ്റെ ഫോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ സോറി, ഈ ബ്രാൻഡായി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഫോൺസ് ഇറക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 55K റേഞ്ചിലെങ്കിലും ഇറക്കിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അതുമില്ല. ഒക്കെ 70-80K ഒക്കെ മേലെ പ്രൈസ് വരണം. ഓക്കെ, പിന്നെ 14 15 ഇപ്പം തന്നെ 14 ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി ഏകദേശം. 14 ഇപ്പോൾ എടുക്കണമെങ്കിൽ പക്ഷേ 50K റേഞ്ചിലൊന്നും എടുത്തിട്ട് കാര്യമില്ല. പിന്നെ യൂസറെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ 50K റേഞ്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ആദ്യം വന്ന ബ്രാൻഡ് പറഞ്ഞാൽ അത് OnePlus ആണ്. OnePlusൽ 50K റേഞ്ചിൽ ഇപ്പോൾ ഞാനൊരു 3 ഫോണോടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് OnePlus 13s ആണ്. ഈ OnePlus 13s സത്യം പറഞ്ഞാൽ ഈ കോമ്പാക്ട് സൈസിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, കോമ്പാക്ട് സൈസിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഫോൺ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ വരുന്ന അലൂമിനിയം ഫ്രെയിമാണ്. ആൻഡ് ബാക്കിൽ വരുന്നത് ഗ്ലാസ് ബിൽഡർ. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഫോൺ നല്ല ഡ്യൂറബിളാണ്. പിന്നെ IP65 വാട്ടർ റെസിസ്റ്റൻസും ഉണ്ട്. ആൻഡ് ഈ ഫോൺ ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി കാണുന്ന സമയത്ത് എനിക്ക് ഐഫോണിനാണ് ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ബോക്സി ഡിസൈനും ആ പ്രീമിയം ഫീൽ എല്ലാം എനിക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് വരുമ്പോൾ 6.32 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കോമ്പാക്ട് സൈസ് ഫോണാണ്. ശരിയാണ്. ഇപ്പോൾ ഈ 6.32 ഇഞ്ച് പറയുമ്പോൾ iPhone 12 മിനിൻ്റെ iPhone 13 മിനിൻ്റെ അത്രക്ക് കോമ്പാക്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല, ഒരിക്കലും അല്ല. പക്ഷേ അതിനേക്കാളും കുറച്ചുപാട് സൈസ് കൂടുതലാണ്. സ്റ്റിൽ നിങ്ങൾക്ക് വൺ ഹാൻഡിൽ ഈ ഫോൺ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 6.32 ഇഞ്ച് ആയതുകൊണ്ട്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നതോ 120 ഹെഡ്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ള ബെസൽസ് ആണ്. അതിൻ്റെ ഒരു ഹോൾ പഞ്ച് ക്യാമറ കൊടുത്തുള്ളത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. അത് ഔട്ട്ഡോർസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് എല്ലാവരും പറയും ഇത് കോമ്പാക്ട് സൈസിൻ്റെ ഫോണാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഊഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഷോക്കായിരിക്കും. ഒരിക്കലല്ല. ആ കാര്യത്തിൽ OnePlus ഇട്ടിച്ചു. ഇതിൽ 5850 mAh ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ആൻഡ് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. വിച്ച് മീൻസ് 5850 mAh വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ഫോൺ 1 ഡേ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. നിങ്ങളൊരു നല്ല രീതിക്ക് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെന്ന് കൂടി നിങ്ങൾക്ക് 1 ഡേ സുഖമായിട്ട് കിട്ടും. ആൻഡ് ഇതിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ആൻഡ് ഒരു 0 to 100% ഒക്കെ ഈ ഫോണിലാവാൻ ജസ്റ്റ് ഒരു 1 hour ഒക്കെ എടുക്കത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുന്നത്. ഇതിലാണ് ഈ ഫോണ് സത്യം പറഞ്ഞാൽ ഈ 50K റേഞ്ചിൽ ഈ ഫോൺ അണ്ടർ റേറ്റഡ് ആകുമ്പോൾ അത് ഇതിലാണ്. കാരണം ഇതിൽ വരുന്ന ചിപ്സെറ്റ് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Lite ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 8 Lite എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഏത് ഫോണിൽ യൂസ് ചെയ്ത ചിപ്സെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈവൻ S25 Ultra'യിൽ പോലും ഇല്ലത് സ്നാപ്ഡ്രാഗൺ 8 Lite ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്ക്, ഈ 50K റേഞ്ചിൽ 1 lakh പ്രൈസ് വരുന്ന ഫോണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റാണ് OnePlus ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ 50K റേഞ്ചിൽ. അത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്.
സ്നാപ്ഡ്രാഗൺ 888 നല്ല എഫിഷ്യൻറ്റും നല്ല പെർഫോമൻസ് തന്നെ ഒരു കിട്ടില്ല ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. അത് ഈ 50K റേഞ്ചിൽ. ഇതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ ചിപ്സെറ്റിനെ പറ്റി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും, ഇത് ത്രോട്ട്ലിങ് അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള പരിപാടിയില്ല. കിട്ടിലായിട്ട് റണ്ണുണ്ട് ഈ ചിപ്സെറ്റ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ 2026 ഇപ്പോൾ നിങ്ങൾ OnePlus 13s എടുക്കണമെന്ന് വിചാരിച്ചോ, സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 2030-31 വരെയൊക്കെ ഇത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം സ്റ്റിൽ ഇതിൽ ഇരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 888 അത്രയും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് ലോങ് ടേമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലതായി. ഇനി ഇതിൻ്റെ ഒരു മോശം സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ ക്യാമറയെ പറ്റിയാണ്. ഇതിൻ്റെ മെയിൻ ലെൻസ് നല്ലതാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസ് ഉണ്ട്. ഹാസൽബ്ലാഡിൻ്റെ കൊളാബറേഷൻ ഒന്നുമില്ല, വേറെ കാര്യം കേട്ടോ, അതൊന്നുമില്ല. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ലെൻസും 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലഫോട്ടോ ലെൻസും ഇതിൽ. അതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതിലൊരു അൾട്രാ വൈഡോ പെരിസ്കോപ്പ് ലെൻസോ ഇല്ല. അതായത് അൾട്രാ വൈഡ് നമ്മളൊരു ഫാമിലി ഗ്രൂപ്പിനെ കോളിസിന് എടുക്കാൻ നോക്കുമല്ലോ, ആ അൾട്രാ വൈഡ് ലെൻസ് ഇതിലില്ല. ഒന്ന് പെരിസ്കോപ്പ് ലെൻസും ഇല്ല. 100x സൂം അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിലില്ല. ഓക്കെ, ഇതിൻ്റെ മെയിൻ ലെൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മെയിൻ ലെൻസ് പറ്റിയാണ് ഈ 50K റേഞ്ചിൽ നോക്കുമ്പോൾ അത് ഡീസൻ്റ് ആണ്. ആൻഡ് മറ്റേ ടെലഫോട്ടോ ലെൻസും നല്ലതാണ്. 2x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ സൂം പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു ഫിസിക്കൽ ലെൻസ് മൂവ് ആവും. അപ്പോൾ അത് ഒരു 2x വരെ അതിൽ കംപ്രഷനൊന്നും ഇല്ലാതെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ ഫോട്ടോ കിട്ടും. ബാക്കിയുള്ളത് ഡിജിറ്റൽ സൂമാണ്. ക്യാമറനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് ഈ 50K റേഞ്ചിൽ. അതായത് ഈ S25 അൾട്രൻ്റെ അല്ലെങ്കിൽ S25ൻ്റെ iPhone 15ൻ്റെ അത്ര ബെറ്റർ ക്യാമറ എന്ന് വെച്ചാൽ അല്ല. ഞാൻ അതിൻ്റെ ഫോട്ടോസ് കാണുന്നത് അത്ര ബെറ്റർ ക്യാമറ അല്ല, സ്റ്റിൽ നല്ലതാണ്. എനിക്ക് ഓവറോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ കറൻറ്റ്ലി 52K ആണ്. 256GB 12GB വരുന്നത് 52K. 52Kക്ക് നിങ്ങൾക്കൊരു കോമ്പാക്ട് സൈസിൽ നിങ്ങൾക്കൊരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോൺ ആണെന്നുണ്ടെങ്കിൽ, നല്ല ബാറ്ററി ഹെൽത്ത് ഒക്കെ എല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. 52Kക്ക് ഈ ഫോൺ നല്ല ഫോണാണ്. നെക്സ്റ്റ് വരുന്ന ഫോണാണ് OnePlus 13R. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല OnePlus 13s പ്രൈസ് എത്ര? 52K. ചിലർക്ക് ഇത്രയും ബഡ്ജറ്റ് ഉണ്ടാവില്ല, നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറയണം. അതായത് ഈ OnePlus 13R വരുന്നത് 42K ആണ്. ആൻഡ് അപ്പോൾ അതായത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഫോൺ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നതും അലൂമിനിയം ഫ്രെയിമാണ്. ബാക്കിൽ കൊടുത്തിട്ടുള്ളതും ഗ്ലാസ് പാക്കൊക്കെയാണ്. അത് പ്രീമിയം ബിൽഡാണ്. ഇതിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് വരുന്നത്. IP65 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഡ്യൂറബിലിറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഫോൺ OnePlus 13s അത്ര കോമ്പാക്ട് സൈസ് വരുന്ന ഫോണല്ല. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ഉള്ളത്. അത് 120 Hz റിഫ്രഷ് റേറ്റുള്ള 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ഡിസ്പ്ലേ ആണ്, ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതിന് ഇതിൻ്റെ ബസൽസ് നല്ല തിന്നായിട്ടുള്ള ബസൽസ് ആണ്. ഈ OnePlus ആ കാര്യത്തിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്, ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങാനും ഗ്രീൻ ലൈനൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ OnePlusൻ്റെ ഏത് ഡിവൈസായിട്ട് ഗ്രീൻ ലൈനൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം റിപ്ലേസ്മെൻറ്റ് ഉണ്ട്. ആ കാര്യത്തിലും OnePlus അപ്പർ ഹാൻഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഇതിന് 42,000 വന്നു. അപ്പോൾ അതിന് 52,000 42,000 ചാടുമ്പോൾ ഇവിടെ വരുന്ന വെച്ചാൽ ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. ശരിയാണ്, സ്നാപ്ഡ്രാഗൺ 888 അത്ര പെർഫോമൻസ് ചോദിച്ചാൽ ഇല്ല. പക്ഷേ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഒരിക്കലും മോശമല്ല. സ്റ്റിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെയാണ്. സ്റ്റിൽ S24ലും ഇതിലൊക്കെ ഉള്ളത് ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അത് നിങ്ങൾക്ക് ഈ 42K റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ AnTuTu സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 million അടുത്ത് AnTuTu സ്കോറൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് അല്ല. അപ്പോൾ അതൊന്നും യാതൊരു കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് വരും. ആൻഡ് പിന്നെ പറയാനുള്ള വെച്ചാൽ ഇതിൽ 6000 mAh ബാറ്ററി ഉണ്ട്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. മറ്റേ ഫോണിനെക്കാളും ബാറ്ററി ഹെൽത്ത് ഇതിനുണ്ടോ? കാരണം വെച്ചാൽ ഇതിൽ സൈസ് കൂടുതലാണ് ഈ ഫോണിൻ്റെ. 6.78 ഇഞ്ച് പറയുമ്പോൾ അത് കോമ്പാക്ട് സൈസിൽ നിന്ന് വിട്ടു. അതൊരു നോർമൽ സൈസ് വരുന്ന ഫോണാണ് ഈ ഫോൺ. ഇതൊരിക്കലും ഒരു വൺ ഹാൻഡിൽ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ നിന്ന് അത്ര കംഫർട്ടബിൾ എന്ന് ഒരു നോർമൽ സൈസ് പോയിട്ടുണ്ട് 6.78 ഇഞ്ച് എന്ന് പറയുമ്പോൾ. സ്റ്റിൽ 6000 mAh ബാറ്ററി ഉണ്ട്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ ഇതിലും തന്നെ സെയിം ആയിട്ട് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 കൊല്ലത്തെ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. ഇത് തന്നെയാണ് OnePlus സ്റ്റാൻഡേർഡ് ആയിട്ട് പോലെ ഈ 50K റേഞ്ച് വരുന്ന ഡിവൈസിന് മൊത്തം കൊടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ഞാൻ പറയില്ല, ഇത് 42K റേഞ്ചിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2026 കാണുന്നത് 2030-31 കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്യാമറ പറയുമ്പോൾ ഇവിടെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ക്യാമറ പറ്റി പറയുമ്പോൾ ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് ഉണ്ട്, 50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലഫോട്ടോ ലെൻസും ഉണ്ട്, 2x ഒപ്റ്റിക്കൽ വരണേ എക്സാക്ട്ലി ലൈക്ക് OnePlus 13s. പക്ഷേ ഇവിടെ ഒരു അൾട്രാ വൈഡ് ലെൻസും പാടെ കൊടുത്തിട്ടുണ്ട്, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ്. ഇതിൻ്റെ ക്യാമറയുടെ സാമ്പിൾസ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് OnePlus 13s ഇതും തമ്മിൽ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി വെച്ചുമ്പോൾ അത്ര വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. വീഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് OnePlus 13sലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് പക്ഷേ ഇതിലേക്ക് ഫോട്ടോൻ്റെ കാര്യത്തിൽ വരുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു അൾട്രാ വൈഡ് ലെൻസും പാടുണ്ട്.
ഓക്കെ, ഇത് ഈ ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺ പ്ലസിൻ്റെ ഡിവൈസ് ആണ്. ഓക്കെ, വൺ പ്ലസിൻ്റെ ഡിവൈസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്സിജൻ OS ആണ്, ബ്ലോട്ട് വയർസ് ഇല്ല, ആഡ്സ് ഇല്ല. വൺ പ്ലസിൻ്റെ OS ഒക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് ഫോൺ നല്ല ബട്ടർ സ്മൂത്ത് കാരം. ആൻഡ് ഇതൊക്കെ പാടെ കൂടി നിങ്ങൾക്ക് കിട്ടും ചെയ്യും വിത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 3. ഓവറോൾ ഒരു ബെസ്റ്റ് ഫോൺ, അത് ഈ ഒരു 42K റേഞ്ചിൽ വൺ പ്ലസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ്. സ്റ്റിൽ 2026 വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഫോണാണ് OnePlus 15R. ഓക്കെ, OnePlus 15Rനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഹെവി സൈസ് വരുന്ന ഫോണാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 6.72 ഇഞ്ച്, ഇത് 6.83 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഫോൺ 6.83 ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഈ ഫോൺ, പക്ഷേ ഇത് നല്ല പവർഫുള്ളാണ്. ഇതിന് ഡീറ്റെയിൽസ് ഒക്കെ വരാം. ഇതിലുള്ളതും ഒരു മെറ്റൽ ഫ്രെയിമാണ്. ഇതൊരു ബോക്സി ഡിസൈനാണ് OnePlus 15R. OnePlus 13Sൻ്റെ ഒരു ബിഗർ വേർഷൻ പോലെ തോന്നും OnePlus 15R. ഇതൊരു ബോക്സി ഡിസൈൻ ആയിട്ടാണ് വന്നുള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സൈഡിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ ഫ്രെയിമാണ്. ബാക്കിൽ വരുന്നത് ഗ്ലാസ് ബാക്കാണ്. ആ ഒരു പ്രീമിയം ഫിനിഷിംഗ് എന്തായാലും ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 7i വന്നിട്ടുള്ളത്, അത് കുറച്ചും കൂടെ ഡ്യൂറബിൾ ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IP68 വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളത്, അതായത് അത്രയും ബെറ്റർ. IP65 IP68 ആകുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ, അത്രയും നല്ലത്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 6.83 ഇഞ്ചിൻ്റെ 165 ഹെഡ്സ് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച OnePlus 13S ആവട്ടെ, OnePlus 13R ആവട്ടെ, അതിനൊക്കെ വരുന്നത് 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ്. ഇവിടെ 165 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, അതും ഒരു AMOLED ഡിസ്പ്ലേ. കിട്ടില്ല ഡിസ്പ്ലേ കാണാൻ തന്നെ നല്ല രസമുണ്ട്, അല്ല പറയാലോ. ഹോൾ പഞ്ച് ചെയ്യാൻ പറഞ്ഞല്ലോ, തിൻ ബാസൽസ് ഒക്കെ ഇടുന്ന നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ. ആൻഡ് ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ്. ഇത്രയൊക്കെ തന്നെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോൺ ഗെയിമേഴ്സിൽ ഗോൾഡ് മൈനാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു കോമ്പിനേഷൻ നോക്കുക, ഡെഡ്ലി അല്ലേ ഈ കോമ്പിനേഷൻ, ഡെഡ്ലി ആണ്. കാരണം വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 5 വിത്ത് 165 ഹെഡ്സ് വരുന്ന AMOLED ഡിസ്പ്ലേ. നിങ്ങൾ ഈ പെസ്, PUBG, ഫ്രീ ഫയർ ഇതൊക്കെ നൈസായിട്ട് പോകും. കാരണം ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് യാതൊരു കോംപ്രമൈസും ഇല്ല. ആൻഡ് ഇതിൻ്റെ ബാറ്ററിൻ്റെ സൈസോ 7400 mAh ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട് ഇതിന്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതായത് നിങ്ങൾ വൺ ഡേ ഒരു ഹെവി യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വൺ ഡേ കൂളായിട്ട് കിട്ടും, ചിലപ്പോൾ ബാക്കിയായിരിക്കും ചാർജ്. 7400 mAh ബാറ്ററി ഉള്ളത്. ആൻഡ് ഇതിലും 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലേ. ഈ 50K റേഞ്ചിൽ ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നത് OnePlus. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെവിടെയാണ് ക്യാഷ്, ഇവർ 50K ആണ് കറക്റ്റ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറക്റ്റ് 50K. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, 50Kക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 5 വിത്ത് 7400 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 165 ഹെഡ്സ് വരുന്ന ഡിസ്പ്ലേ, ഇങ്ങനൊരു ഫോൺ ഉണ്ടോ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അതാണ് ഒരു പറയാൻ പോകുന്നത്. ഇതിൻ്റെ ക്യാമറ, ഇതിനൊരു 50 മെഗാ ഒരു മെയിൻ ലെൻസ് ഉണ്ട്, OIS ഒക്കെ വരണേ മറ്റുള്ള OnePlusൻ്റെ ഡിവൈസുകൾ പോലെ തന്നെ. മെയിൻ ക്യാമറ അത്യാവശ്യം കൊള്ളാം. ആൻഡ് പിന്നെ ഇതിലുള്ളത് ഒരു അൾട്രാ വൈഡ് 8 മെഗാ. പക്ഷേ ഇതിനൊരു ടെലഫോട്ടോ ലെൻസോ പെരിസ്കോപ്പ് ലെൻസോ ഈ ഫോണിനില്ല. അതായത് ഇതൊരു നമുക്കൊരു ബെറ്റർ വീഡിയോ ക്വാളിറ്റി വരണോ, ബെറ്റർ ഫോട്ടോഗ്രാഫി, അങ്ങനത്തെ ആൾക്കാർക്ക്, ഈ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞൊരു ഫോണാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആകെപ്പാടെ അൾട്രാ വൈഡ് ടെലഫോട്ടോ ലെൻസും കൂടി ഉള്ളതിൽ അതൊരു പോരായ്മയെന്ന് വെച്ചാൽ എനിക്കാണ് തോന്നി. കാരണം ഒരു 50 മെഗാ ടെലഫോട്ടോ ലെൻസും പാടെ OnePlusന് ഈ ഫോണിൽ കൊടുക്കാമായിരുന്നു. എന്തിന് OnePlus അതും പാടെ കൊടുക്കാമായിരുന്നു സത്യത്തിലും. എനിവേ, പക്ഷേ ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓല് കറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് തന്നെ 50K ആണ്. അതും 256GB 8GB വേരിയൻ്റാണ്. 250GB 12GB വേരിയൻ്റ്, അതും ഇത്രയും കാര്യങ്ങളും ഇതിൽ തരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അത്രയും പെർഫോമൻസ് ഹെവി ആയിട്ടുള്ള ആൾക്കാർക്ക് എടുത്താൽ മതി. ശരിയാണ്, സ്നാപ്ഡ്രാഗൺ 8 അത്ര പെർഫോമൻസ് ഇല്ല, പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് 165 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, 7400 mAh ബാറ്ററി ഉണ്ട്. ഗെയിമേഴ്സിനൊക്കെ ഡെഫിനറ്റ്ലി കണ്ണും കൂട്ടിയെടുക്കുക ഈ ഫോൺ. കാരണം നല്ല പവർഫുൾ ആണ്. 8 Gen 5 എന്ന് പറയുമ്പോൾ 8 Liteൻ്റെ ഇവിടെ നിൽക്കും 8 Gen 5 പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരും. അതിനേക്കാൾ കുറച്ചും പാടെ ബെറ്റർ ആണെന്നുള്ളൂ. ആൻഡ് സ്റ്റിൽ 7400 mAh ബാറ്ററി ഒക്കെ ഉണ്ട്, കിട്ടിലും പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് ഹെവി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ 50K റേഞ്ചിൽ OnePlusൻ്റെ ഡിവൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി OnePlus 15R നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഈ വീഡിയോ ഒക്കെ പത്രമുള്ള കാര്യമായിരുന്നു. ഇതിൻ്റെ പാർട്ട് 2ലും പാർട്ട് 3ലും കൂടുതൽ ബ്രാൻഡ്സ്, നത്തിങ്, IQ പോലത്തെ ബ്രാൻഡ്സിൻ്റെയും പാടെ അണ്ടർ 50K റേഞ്ചിൽ വരുന്ന ഫോൺസ്, ഗൂഗിൾ പിക്സൽ, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. അങ്ങനെ ഇനിയിപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ അതും പാടെ എടുത്ത് പറയാം. ഓക്കെ.